പണയ സ്വർണം തിരിച്ചെടുക്കാനെന്ന വ്യാജേനെ സ്വർണ്ണ വ്യാപാരിയെ വിളിച്ചു വരുത്തി മുളകുപൊടി എറിഞ്ഞ് 28.23 ലക്ഷം രൂപയും 22 ഗ്രാം സ്വർണവും കവർന്ന സംഘത്തെ പോലീസ് പിടികൂടി. തൃക്കുന്നപ്പുഴയിലാണ് കവർച്ച നടന്നത്. മിനിറ്റുകൾക്കുള്ളിലാണ് പ്രതികളെ പോലീസ് കുടുക്കിയത്. പണയ സ്വർണം തിരിച്ചെടുക്കാനെന്ന വ്യാജേന സ്വർണ്ണ വ്യാപാരിയെ വിളിച്ചു വരുത്തി മുളകുപൊടി എറിഞ്ഞ് 28.23 ലക്ഷം രൂപയും 22 ഗ്രാം സ്വർണവും കവർന്നവർ പോലീസിന്റെ പിടിയിലായി. കോട്ടയം മീനച്ചിൽ കിടങ്ങൂർ തട്ടേമാട്ടൽ വീട്ടിൽ ശ്രീജിത്ത് ബെന്നി, കടപ്പൂർ വട്ടുകുളം എർത്തയിൽ വീട്ടിൽ അനീഷ് ജെയിംസ്, ആലപ്പുഴ കഞ്ഞിക്കുഴി SL പുരം തിരുവാതിര വീട്ടിൽ അരവിന്ദ് എന്നിവരെയാണ് സംഭവമുണ്ടായി 15 മിനിറ്റിനകം തൃക്കുന്നപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. തൃക്കുന്നപ്പുഴ വലിയഴീക്കൽ റോഡിൽ ആറാട്ടുപുഴ ബസ് സ്റ്റേഷന് സമീപമായിരുന്നു കവർച്ച നടന്നത്. സ്വർണ്ണ വ്യാപാരി അമ്പലപ്പുഴ വടക്ക് സ്വദേശി നസറുൽ ഇസ്ലാം എന്ന നാസറിൽ നിന്നാണ് സംഘം പണവും സ്വർണവും തട്ടിയെടുത്തത്. കാർത്തികപ്പള്ളിയിലെ സ്ഥാപനത്തിൽ നിന്നും 16 ലക്ഷം രൂപയുടെ പണയമെടുക്കാനുണ്ടെന്ന് പറഞ്ഞാണ് പ്രതികളിൽ ഒരാൾ വ്യാപാരിയെ സമീപിച്ചത്. വിശ്വസിപ്പിക്കാനായി വ്യാജ പണയ രസീതും കാണിച്ചു. പിന്നീട് സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചിലേക്ക് എന്ന് പറഞ്ഞ് നാസറിനെ ആറാട്ടുപുഴ ഭാഗത്തേക്ക് കൊണ്ടുപോയി. നാസറിന്റെ സ്കൂട്ടറിൽ സംഘത്തിലൊരാൾ കയറി. ആറാട്ടുപുഴ ബസ് സ്റ്റേഷന് സമീപം ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ സ്കൂട്ടർ നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ഹെൽമെറ്റ് വലിച്ചൂരി മുഖത്ത് മുളകുപൊടി വിതറി പണവും സ്വർണ്ണപാദസ്വരവും അടങ്ങിയ ബാഗ് തട്ടിയെടുത്ത് സംഘം കടക്കുകയായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി സ്ഥലത്തെത്തിയ നാട്ടുകാരിൽ ചിലർ പോലീസിനെ വിവരമറിയിച്ചു. തൃക്കുന്നപ്പുഴ ജംഗ്ഷനിലും സമീപ പ്രദേശങ്ങളിലും കാത്തുനിന്ന പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘത്തെ ജങ്കാർ റോഡിന് സമീപം വെച്ച് സാഹസികമായി പോലീസ് സംഘം കീഴ്പ്പെടുത്തുകയായിരുന്നു. പിടിയിലായവർ കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ അടിപിടി, പോക്സോ, കവർച്ച തുടങ്ങി ഒട്ടേറെ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ മൂവരും വിവിധ കേസുകളിൽപ്പെട്ട് കോട്ടയത്തെ ജയിലിൽ കഴിയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇതിൽ ശ്രീജിത്ത് കാപ്പ കേസിൽ പ്രതിയാണ്. ഇയാളുടെ പേരിൽ 2 വധശ്രമം ഉൾപ്പെടെ 6 കേസുകളുണ്ട്. വൈക്കം തുരുത്തിപ്പള്ളി ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അരവിന്ദ്. ഇവിടുത്തെ വിഗ്രഹത്തിലെ മാല മോഷ്ടിച്ച കേസിലാണ് ജയിലിലായത്. 3-ാം പ്രതി അനീഷാകട്ടെ പ്രായപൂർത്തിയാകാത്ത പട്ടികജാതി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ജയിലിലാകുകയായിരുന്നു. ജയിലിൽ വെച്ച് നടത്തിയ ഗൂഢാലോചനയാണ് ഇപ്പോഴുണ്ടായ കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന് ശേഷം വന്നതിലെ 2 പ്രതികളും 3 പ്രതികളോട് കൂടി ഒരു സ്കൂട്ടറിൽ കയറി അവർ തൃക്കുന്നപ്പുഴ ഭാഗത്തേക്ക് വണ്ടി ഓടിച്ചു പോന്നു. ആ വിവരവും നമുക്ക് അവിടുന്ന് കിട്ടി. അങ്ങനെ നമ്മുടെ പോലീസ് പാർട്ടി എല്ലാവരോടും കൂടി ഇറങ്ങി ഇവർ ജങ്കാർ ഭാഗത്ത് വെച്ച് ഇവർ പോലീസ് വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മെയിൻ റൂട്ടിൽ നിന്ന് മാറി ഇവർ ബൈ റോഡിലോട്ട് കയറി അങ്ങനെ ജങ്കാറിൻ്റെ ഭാഗത്തേക്ക് വന്നു. അങ്ങനെ പോലീസിനെ കണ്ട് സ്കൂട്ടർ ഇട്ടതിന് ശേഷം ഇവന്മാർ ഇറങ്ങി ഓടി. നമ്മുടെ പോലീസുകാർ ഓടിച്ചിട്ട് ഇവരെ കൈയോടെ പിടികൂടുമായിരുന്നു. കൈയോടെ പിടികൂടി അവരുടെ ബാഗ് നമുക്ക് അന്നേരം തന്നെ കിട്ടി. ആ ബാഗിൽ നിന്ന് ഈ വ്യാപാരിക്ക് നഷ്ടപ്പെട്ട 28 ലക്ഷത്തി ചില്ലാനം രൂപ നമുക്ക് കിട്ടുകയും ചെയ്തു. പോലീസിൻ്റെ അന്നേരത്തെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ സംഭവം നടന്ന് നമുക്കൊരു 10 മിനിറ്റിനകത്ത് നമുക്ക് ഈ കേസിലെ 3 പ്രതികളെയും കിട്ടി. ജാമ്യത്തിലിറങ്ങിയ ശേഷം അരവിന്ദിന്റെ വീട്ടിൽ താമസിച്ചാണ് സംഘം കവർച്ച ആസൂത്രണം ചെയ്തതെന്നും പോലീസ് പറഞ്ഞു. പ്രതികളെ പിടികൂടിയ സംഘത്തിൽ തൃക്കുന്നപ്പുഴ പോലീസ് ഇൻസ്പെക്ടർ ലാൽസി ബേബി, സബ് ഇൻസ്പെക്ടർമാരായ രഞ്ജിത്ത്, ശ്രീകുമാർ, സോമരാജൻ നായർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ സബിൻ, പ്രദീപ്, വിനോദ് കുമാർ, ഗോപകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സിബിലാൽ, വിനയചന്ദ്രൻ, സാജിദ്, അനീഷ് കുമാർ, ഇക്ബാൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ സഫീർ, അനന്തപത്മനാഭൻ, വിനീത, ഗാർഗി എന്നിവർ ഉൾപ്പെട്ടു. CDNet ന്യൂസ്, ആറാട്ടുപുഴ.